നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ജൂലൈ 18 ശനിയാഴ്ച, മലയാള മാസം കർക്കിടകം 2. ഇന്നത്തെ പഞ്ചാംഗം പരിശോധിക്കാം. ഇന്നത്തെ വാരം ശനിയാഴ്ച, ഇന്നത്തെ തിഥി ശുക്ല ചതുർത്ഥി, ഇന്നത്തെ നക്ഷത്രം പൂരം, രാത്രിയോടെ ഉത്തരത്തിലേക്ക് മാറും. ഇന്നത്തെ യോഗം വരിയാൻ, ഇന്നത്തെ കരണം ഭവ, ഇന്നത്തെ സൂര്യോദയം രാവിലെ ഏകദേശം 6:12 AM, ഇന്നത്തെ സൂര്യാസ്തമയം വൈകിട്ട് ഏകദേശം 6:48. ഇന്നത്തെ സമയങ്ങൾ പരിശോധിക്കാം. ഇന്നത്തെ രാഹുകാലം രാവിലെ 9:03 മുതൽ 10:39 വരെ. ഇന്നത്തെ യമകണ്ഠകാലം ഉച്ചയ്ക്ക് 1:51 മുതൽ 3:27 വരെ. ഇന്നത്തെ ഗുളികകാലം രാവിലെ 5:52 മുതൽ 7:28 വരെ. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 11:51 മുതൽ 12:39 വരെ. ഇനി ഇന്നത്തെ വഴിപാട് പരിശോധിക്കാം. ഇന്ന് ശനിയാഴ്ച ആയതിനാൽ ശ്രീ ശനീശ്വര ഭഗവാനെയും ശ്രീ ഗണപതി ഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് മംഗളകരമായി കരുതപ്പെടുന്നു. കറുത്ത എള്ള് ദീപം തെളിയിക്കുന്നത് വളരെ നല്ലതാണ്. കാക്കകൾക്ക് അന്നം നൽകുന്നത് പുണ്യകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതോടൊപ്പം ശനിദോഷങ്ങൾ മാറുമെന്നും കരുതപ്പെടുന്നു. അടുത്തുള്ള ശാസ്താവിൻ്റെ അമ്പലത്തിൽ ഒറ്റയപ്പം കഴിക്കുന്നത് ശനിദോഷം മാറി കിട്ടാൻ വളരെ നല്ലത് വഴിപാടാണ്. ഇനി ഇന്നത്തെ മന്ത്രം പരിശോധിക്കാം. ഓം ഘം ഗണപതിയേ നമ. ഈ ഗണപതി മന്ത്രം 21 അല്ലെങ്കിൽ 108 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. 12 രാശികളുടെയും ഇന്നത്തെ രാശിഫലം നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യമായി മേടം, അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദം. ഇന്ന് മേടം രാശിക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ദിവസമാണ്. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചേക്കാം. ധനകാര്യങ്ങളിൽ ആലോചിച്ച് തീരുമാനമെടുക്കുന്നത് നല്ലതായിരിക്കും. കുടുംബാംഗങ്ങളുമായി സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കും. ദൈവസ്മരണയോടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുക. ഇനി ഇടവക്കൂർ, കാർത്തിക 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകീരം 1, 2 പാദങ്ങൾ. ഇടവക്കൂറുകാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത ഇന്നത്തെ ദിവസം ആവശ്യമാണ്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ബിസിനസ്സുകാർക്ക് പുതിയ അവസരങ്ങൾ ഇന്ന് ലഭിച്ചേക്കാം. ആരോഗ്യം ശ്രദ്ധിക്കുക. കുടുംബത്തിൻ്റെ പിന്തുണ ഇന്ന് ലഭിക്കുന്നതായിരിക്കും. ക്ഷേത്ര ദർശനം ഇന്നത്തെ ദിവസം ഗുണകരമായിരിക്കും. മിഥുനക്കൂറ്, മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ. മിഥുനക്കൂറുകാർക്ക് പുതിയ ആശയങ്ങൾ ഇന്നത്തെ ദിവസം വിജയത്തിലേക്ക് നയിക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമായിരിക്കും. ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്നതാണ്. വാക്കുകളിൽ നിയന്ത്രണം പാലിക്കുന്നത് വളരെ നല്ലതാണ്. കർക്കിടകക്കൂറ്, പുണർദം 4-ാം പാദം, പൂയം, ആയില്യം. കർക്കിടക കൂറുകാർക്ക്
കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുന്നു. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ അനുയോജ്യമായ ദിവസമാണ് ഇന്ന്. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിച്ചേക്കാം. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ ഉണ്ടാകാം. ദൈവവിശ്വാസം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രം 1-ാം പാദം. ഇന്ന് ചിങ്ങക്കൂറുകാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. ജോലിസ്ഥലത്ത് ഉദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കുന്ന ദിവസമായിരിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതായി കാണപ്പെടുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ശാന്തമായി സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നല്ല ഫലം ലഭിക്കുന്നതായും കാണപ്പെടുന്നു. ദമ്പതികൾ പരസ്പര വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. പരിഹാരം: സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് ഇന്നത്തെ ദിവസം ആരംഭിക്കുക. കന്നിക്കൂറ് ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്രയുടെ 1, 2 പാദങ്ങൾ. ക്ഷമയും വിവേകവും ആവശ്യമായ ദിവസമാണ്. ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിച്ചേക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പാലിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ അലംഭാവം കാണിക്കരുത്. കുടുംബ അംഗങ്ങളുമായി ഉപദേശം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ അനുകൂല സാഹചര്യം ഉണ്ടാകും. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് വളരെ നന്നായിരിക്കും. പരിഹാരം: മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയോ വിഷ്ണു നാമജപം നടത്തുകയോ ചെയ്യുന്നത് ഉത്തമമാണ്. തുലാക്കൂറ് ചിത്രയുടെ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ. തുലാക്കൂറുകാർക്ക് ഇന്ന് സന്തുലിതമായ സമീപനം വിജയത്തിലേക്ക് നയിക്കുന്നതായി കാണപ്പെടുന്നു. ജോലി ചെയ്യുന്നവർക്ക് നല്ല വാർത്തകൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. ബിസിനസ്സിൽ പുതിയ ബന്ധങ്ങൾ ഗുണകരമായി കാണപ്പെടുന്നു. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതായും കാണപ്പെടുന്നു. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര ധാരണ വർദ്ധിക്കുന്നതായും കാണുന്നു. പരിഹാരം: മഹാലക്ഷ്മിയെ പ്രാർത്ഥിച്ച് ഒരു ദീപം തെളിയിക്കുക. വൃശ്ചികക്കൂറ് വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കൂറുകാർക്ക് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ജോലിയിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായി കാണുന്നു. പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അനുഭവസമ്പന്നരുടെ അഭിപ്രായം കേൾക്കുന്നത് ഗുണകരമായും കാണുന്നു. കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കുന്നതായും കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. ദേഷ്യം നിയന്ത്രിച്ചാൽ പല പ്രശ്നങ്ങളും ഒഴിവാക്കാം. പരിഹാരം: ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം. ധനുക്കൂറുകാർക്ക് യാത്രകൾക്കും പുതിയ പദ്ധതികൾക്കും അനുകൂലമായ ദിവസമാണ്. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ പുതിയ ഉത്തരവാദിത്തങ്ങൾക്കോ സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലെ ശ്രദ്ധ വർദ്ധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ ഇടയുണ്ട്. പരിഹാരം: ഗുരുവിനെ സമർപ്പിച്ച് മഞ്ഞപ്പൂ സമർപ്പിക്കുക. മകരക്കൂറ് ഉത്രാടം 2, 3, 4 പാദങ്ങൾ. തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ. മകരക്കൂറുകാർക്ക് ഇന്ന് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന ദിവസമാണ്. ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരവും പ്രശംസയും
ലഭിക്കുന്നതായും കാണുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത അനുഭവപ്പെടും. കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കുന്നത് സന്തോഷം നൽകും. ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ ക്ഷീണം അനുഭവപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ വിശ്രമത്തിന് സമയം കണ്ടെത്തണം. പരിഹാരം: ശനീശ്വരനെ പ്രാർത്ഥിച്ച് എള്ളെണ്ണ ദീപം തെളിയിക്കുക. കുംഭക്കൂറ്: അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം പൂരോരുട്ടാതി 1, 2, 3 പാദങ്ങൾ. കുംഭക്കൂറുകാർക്ക് സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്ന ദിവസമായിരിക്കും. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അനുകൂലമായ ദിവസമാണ്. ജോലി ചെയ്യുന്നവർക്ക് മികച്ച അവസരങ്ങൾ ലഭിച്ചേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ ആലോചിച്ച് തീരുമാനമെടുക്കുക. കുടുംബത്തിൽ ഐക്യം നിലനിൽക്കും. വിദ്യാർത്ഥികൾക്ക് പുതിയ പഠനാവസരങ്ങൾ ലഭിക്കാം. പരിഹാരം: ശിവക്ഷേത്രത്തിൽ ജലാഭിഷേകം നടത്തുക. മീനക്കൂറ്: പൂരോരുട്ടാതി 4 പാദം, ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാർക്ക് മനസ്സിന് ശാന്തി ലഭിക്കുന്ന ദിവസമാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ പരിശ്രമത്തിന് അംഗീകാരം ലഭിച്ചേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചം പ്രതീക്ഷിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും കലാരംഗത്തുള്ളവർക്കും അനുകൂലമായ സമയമാണ്. പ്രധാന തീരുമാനങ്ങൾ ആലോചിച്ച് മാത്രം എടുക്കുക. പരിഹാരം: ശ്രീ മഹാവിഷ്ണുവിനെ സ്മരിച്ച് ഓം നമോ നാരായണ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ ഓർമ്മപ്പെടുത്തൽ: ശനിയാഴ്ച ആയതിനാൽ ക്ഷമയും ശാന്തതയും പാലിച്ച് പ്രവർത്തിക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും. ദൈവസ്മരണയോടെ ദിവസം ആരംഭിക്കൂ. ഇനി ഇന്നത്തെ നക്ഷത്രഫലം പരിശോധിക്കാം. അശ്വതി: പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ആത്മവിശ്വാസം ലഭിക്കുന്നതായി കാണുന്നു. കുടുംബത്തിൻ്റെ പിന്തുണ ഉണ്ടാകും. ഭരണി നക്ഷത്രം: ജോലിയിൽ തിരക്ക് വർദ്ധിച്ചേക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. കാർത്തിക നക്ഷത്രം: മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ അനുകൂലമായ ദിവസമാണ്. ആരോഗ്യം ശ്രദ്ധിക്കുക. രോഹിണി നക്ഷത്രം: കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. മകീര നക്ഷത്രം: സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. അനാവശ്യ വാക്ക് തർക്കങ്ങൾ ഒഴിവാക്കുക. തിരുവാതിര നക്ഷത്രം: ജോലിസ്ഥലത്ത് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ അവസരങ്ങൾ ലഭിച്ചേക്കാം. പുണർദം നക്ഷത്രം: ദൈവവിശ്വാസം വർദ്ധിക്കും. കുടുംബ കാര്യങ്ങളിൽ സമാധാനം നിലനിൽക്കും. പൂയം നക്ഷത്രം: സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട്. ചെലവുകൾ നിയന്ത്രിക്കുന്നത് ഗുണം ചെയ്യും. ആയില്യം നക്ഷത്രം: ക്ഷമയോടെ പ്രവർത്തിച്ചാൽ വിജയസാധ്യത കൂടുതലാണ്. ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം. മകം നക്ഷത്രം: നേതൃത്വം പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കുന്ന ആത്മവിശ്വാസം ഉയരും. പൂരം നക്ഷത്രം: കലാരംഗത്തുള്ളവർക്ക് അനുകൂല ദിവസമാണ്. പുതിയ ബന്ധങ്ങൾ ഗുണകരമാകും. ഉത്രം നക്ഷത്രം: കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കും. ജോലിയിൽ പുരോഗതി ഉണ്ടാകും. അത്തം നക്ഷത്രം: വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പരിശ്രമത്തിന് ഫലം ലഭിക്കും. ചിത്തിര നക്ഷത്രം: സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക. പുതിയ തീരുമാനങ്ങൾ ആലോചിച്ച് മാത്രം എടുക്കുക. ചോദ്യ നക്ഷത്രം: ബിസിനസ്സിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകാം. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കുന്നതായിരിക്കും. വിശാഖം നക്ഷത്രം: യാത്രകൾ ഗുണകരമാകും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. അനിഴം നക്ഷത്രം: മനസമാധാനം വർദ്ധിക്കും. ദൈവസ്മരണയോടെ ദിവസം ആരംഭിക്കുക. തൃക്കേട്ട നക്ഷത്രം: പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരാം. ആത്മവിശ്വാസം കൈവിടരുത്. മൂല നക്ഷത്രം: തൊഴിൽ രംഗത്ത് മുന്നേറ്റം പ്രതീക്ഷിക്കാം. ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. പൂരാടം നക്ഷത്രം: സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബസമേതം സമയം ചെലവഴിക്കുക.
ഉത്രാടം നക്ഷത്രം. ജോലിയിൽ അംഗീകാരം ലഭിക്കും. മുതിർന്നവരുടെ അനുഗ്രഹം തേടുക. തിരുവോണം നക്ഷത്രം. മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ദിവസമാണ്. ശുഭവാർത്തകൾ കേൾക്കാം. അവിട്ടം നക്ഷത്രം. സുഹൃത്തുക്കളുടെ പിന്തുണ ലഭിക്കും. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ നല്ല സമയമാണ്. ചതയം നക്ഷത്രം. ആരോഗ്യം ശ്രദ്ധിക്കുക. ക്ഷമയോടെ പ്രവർത്തിച്ചാൽ പ്ലാൻ വിജയിക്കും. പൂരോരുട്ടാതി നക്ഷത്രം. കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം. ഉത്രട്ടാതി നക്ഷത്രം. ആരോഗ്യകാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും. ക്ഷേത്ര ദർശനം ഗുണകരമായി കാണുന്നു. രേവതി നക്ഷത്രം. ഇന്ന് ശുഭകരമായ ദിവസമാണ്. മുടങ്ങിക്കിടന്ന കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ദൈവാനുഗ്രഹം അനുഭവപ്പെടും. ഇനി ഇന്നത്തെ ജ്യോതിഷ ടിപ്പ്. ശനിയാഴ്ച ആയതിനാൽ ശ്രീ ശനീശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുകയും കറുത്ത എള്ള് ദാനം ചെയ്യുന്നത് ശുഭകരമാണെന്ന് കാണുന്നു. വിശ്വാസം വ്യക്തിപരമാണ്. ഓരോരുത്തർക്കും തങ്ങളുടെ ആചാരപ്രകാരം അനുഷ്ഠിക്കാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ശുഭകരമാകട്ടെ. ദൈവാനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിർവാണി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ ജ്യോതിഷ വീഡിയോകൾക്കായി ബെൽ ഐക്കണും അമർത്താൻ മറക്കരുത്. നന്ദി, നമസ്കാരം.